എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഗവൺമെന്റ് ക്രിപ്റ്റോ ട്രേഡിങ്ങിന് എതിരെ ഇത്രയും കോഷ്യസ് ആവുന്നത്, അല്ലെങ്കിൽ റൂൾസ് വരുന്നത് എന്നൊക്കെ എന്നാ ഗവൺമെന്റ് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ട്രസ്റ്റ് ഫണ്ട് പോലും ഇതിലേക്ക് വരാം. ഫണ്ട് പോലത്തെ ഒളിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഇതിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ബ്ലാക്ക് ഫണ്ടുകൾ മറിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഇതുകൊണ്ടാണ് ഇപ്പോഴും ഇത് ലീഗൽ എന്നല്ല, അതായത് ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ കറൻസി ഇന്നും ലീഗൽ ആണോ എന്ന് ചോദിച്ചാൽ ലീഗൽ അല്ല. ആ ഒരു ന്യൂട്രലൈസിലാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ബ്രോനിപ്പോൾ ക്രിപ്റ്റോയിൽ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ബ്രോ എവിടെ നിന്നോട്ടെ, ഞാൻ ഒരു വാലറ്റ് ടു വാലറ്റ് ട്രാൻസ്ഫർ ആണ് ഇവിടെ ചെയ്യണത്. നമ്മുടെ അക്കൗണ്ട് ആണ്, നമുക്ക് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ മാറിപ്പോയാൽ നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ പോയത് അവർ നമുക്ക് അപ്പീൽ കൊടുത്ത് തിരിച്ച് വരുത്തിക്കാനുള്ള ലീഗൽ ആയിട്ടുള്ള ഒരു വഴികൾ നമുക്കുണ്ട്. പക്ഷെ ഇതിനില്ല. പക്ഷെ അത് നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രോഡ് ആക്ടിവിറ്റീസ് ഭാവിയിൽ നടക്കുകയാണെങ്കിൽ, നമ്മൾ തമ്മിൽ നടക്കുകയാണെങ്കിൽ, സാമ്പത്തികരോട് നടക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. ബ്രോ ഒന്ന് ആലോചിച്ച് ഒരു ദുബായിലേക്കോ അല്ല അമേരിക്കയിലേക്കോ ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ചിട്ട് നമുക്ക് നെറ്റ് ബാങ്കിങ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സമയത്ത് നമ്മൾ ക്രിപ്റ്റോ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് എത്ര രൂപ വേണമെങ്കിലും എത്ര എമൗണ്ട് വേണമെങ്കിലും എവിടെ നിൽക്കുന്ന ആളുകൾക്ക് കൊണ്ട് നമുക്ക് അയക്കാൻ പറ്റും. പക്ഷെ ഇതിനൊരു അതോറിറ്റി ഇല്ല എന്നതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവും ഇതിൻ്റെ ഒരു പോസിറ്റീവും എന്ന് പറയുന്നത്.